എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി SHAയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. താല്പര്യമുള്ളവർക്ക് ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി SHAയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. നമ്പർ ഓഫ് വേക്കൻസി 1. ജോബ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 19,000 രൂപയായിരിക്കും. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 250 രൂപയാണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ PGDCA അല്ലെങ്കിൽ DCA ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ആസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓർ ക്ലർക്ക് ഓർ സിമിലർ പൊസിഷൻസ് വിത്ത് ഗുഡ് വർക്കിംഗ് നോളജ് ഇൻ MS ഓഫീസ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, കൂടാതെ PGDCA അല്ലെങ്കിൽ DCA, പിന്നെ 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് വേണ്ടത് ഒന്നുകിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട്, അല്ലെങ്കിൽ ക്ലർക്കായിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പോസ്റ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അതായത് KGTE ലോവർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് KGTE ഹയർ ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ്, പാസ് സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി കോഴ്സ് ഓഫ് ഡ്യൂറേഷൻ 6 മന്ത്സ്. അതുപോലെ തന്നെ ദോസ് ഹു എംപ്ലോയിഡ് പ്രീവിയസ്ലി ഇൻ ഗവൺമെൻറ് ഓഫീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹെൽത്ത് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ABPMJ KSP സ്കീംസിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഡിസൈറബിൾ ആണ്. നിർബന്ധമായിട്ടും വേണ്ടത് ഡിഗ്രി, PGDCA അല്ലെങ്കിൽ DCA, 1 ഇയർ എക്സ്പീരിയൻസുമാണ്. ജോലി വരുന്നത് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് മെയിൽ വഴി അയച്ചു കൊടുക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം തന്നെ കൊടുക്കണം. ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. താല്പര്യമുള്ളവർ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് മെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 250 രൂപയാണ്. ഈ എമൗണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അക്കൗണ്ട് നമ്പർ. നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. 39 15 34 36 238 ഇതാണ് അക്കൗണ്ട് നമ്പർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അൽത്താര ബ്രാഞ്ചാണ്. IFSC കോഡ് കൊടുത്തിട്ടുണ്ട്. SBIN 0007203 ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. നിങ്ങൾ ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കേരള എന്നുള്ള പേരിലാണ്. പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെസീറ്റോ അല്ലെങ്കിൽ കൗണ്ടർ ഫോയിലോ കിട്ടും. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അയക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും ഈ ഫീസ് അടയ്ക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആപ്ലിക്കേഷന് കൂടെ വെക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററൊക്കെ തന്നെ നിങ്ങളുടെ മെയിൽ ID ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആപ്ലിക്കൻസിനും കൃത്യമായിട്ട് വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻസിന് ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ പ്രൊഫഷൻ്റ് ആയിരിക്കണം. MS ഓഫീസിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് എന്ന് പറയുന്നത് sha.kerala.gov.in ആണ്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യമേ 3 മാസത്തേക്കായിരിക്കും ജോലി വരുന്നത്. അതായത് മാർച്ച് 31 വരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് ജോലി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് മെയിൽ വഴിയാണ്. നിങ്ങൾ മെയിൽ അയക്കുന്ന ഇമെയിലിൽ സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് DEO എന്ന് സബ്ജക്റ്റ് കൊടുത്ത് വേണം മെയിൽ അയക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ മെയിൽ അയക്കേണ്ട മെയിൽ ID statehealthrecruitment@gmail.com ആണ്. മെയിൽ അയക്കേണ്ട അവസാന തീയതി ജനുവരി 4 ആണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ സബ്ജക്റ്റ് കൊടുക്കാനായിട്ട് മറക്കരുത്.
ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് DEO എന്ന് എഴുതിയിട്ട് വേണം മെയിൽ അയക്കാനായിട്ട്. ഇനി നിങ്ങൾ മെയിൽ അയക്കുമ്പോഴത്തേക്കും ഈ പറയാൻ പോകുന്ന ഡോക്യുമെൻസിൻ്റെയൊക്കെ സ്കാൻഡ് കോപ്പി സിംഗിൾ PDF ഫയലായിട്ട് നിങ്ങൾ മെയിലായിട്ട് അയക്കേണ്ടതാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം വിത്ത് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫിക്സ്ഡ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്. അതായത് നിങ്ങളുടെ ഫോട്ടോയും ഒപ്പമുള്ള നിങ്ങളുടെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം, റെസീറ്റ് ഓർ കൗണ്ടർ ഫോയിൽ ഓർ പ്രിൻറ്റ് സ്ക്രീൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫീസ് പെയ്ഡ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ് ഉണ്ടാവണം. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ക്വാളിഫിക്കേഷൻ ഓർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി ഉണ്ടാവണം. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദ എനി ഗവൺമെൻറ് ഇഷ്യൂഡ് ഐഡൻറ്റിറ്റി കാർഡ് ആസ് പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്. ID പ്രൂഫിൻ്റെ ഒരു അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൂടെ വെക്കേണ്ടതാണ്. അപ്പോൾ ഈ 4 ഡോക്യുമെൻറ്റ് കൃത്യമായിട്ട് ഒരു PDF ആക്കി വേണം നിങ്ങൾ ഇമെയിൽ അയക്കാനായിട്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ ആയിട്ട് തന്നെ സ്കാൻ ചെയ്യേണ്ടതാണ്. സിംഗിൾ PDF ആയിരിക്കണം. ക്ലിയർ അല്ലാത്തതും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതുമൊക്കെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇമെയിലായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും കൂടെ ചേർത്ത് അയക്കാവുന്നതാണ്. തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 4 താല്പര്യമുള്ളവർ മെയിൽ വഴി അപേക്ഷകൾ സമർപ്പിക്കുക. അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ യോഗ്യതയുണ്ടെങ്കിൽ മെയിൽ വഴി അപേക്ഷിക്കുക. ജോലി വരുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.